ഇവിടെ നബി തങ്ങൾ റഹ്മത്താണ് എന്നും റഹ്മത്ത് കൊണ്ട് സന്തോഷിക്കണമെന്നുമുള്ള ആയത്തിനെ ദുർവ്യാഖ്യാനിച്ചിട്ടാണല്ലോ നിങ്ങൾ സമർത്ഥിക്കാൻ ശ്രമിച്ചത്. എങ്കിൽ ഈസാ നബി റഹ്മത്താണ്, ആ ഈസാ നബി റഹ്മത്താണെന്ന് വിശ്വസിച്ചുകൊണ്ട്, ദൈവപുത്രനല്ലാന്ന് വിശ്വസിച്ചുകൊണ്ട്, നബിയാണെന്ന് വിശ്വസിച്ചുകൊണ്ട് ഒരാൾ ഈസാ നബിയുടെ ജന്മദിനമായ ക്രിസ്മസ് ആഘോഷിച്ചാൽ എന്താണ് വിധി? ക്രിസ്ത്യാനിയല്ല, സാക്ഷാൽ മുസ്ലിമായിക്കോട്ടെ, ഈസാ നബി റഹ്മത്താണല്ലോ, തർക്കമില്ല. റഹ്മത്തിന് സന്തോഷിക്കുന്ന ഖുർആനിലുണ്ടല്ലോ, തർക്കമില്ല. തഫ്സീറിന് ആവശ്യമില്ല. അതുകൊണ്ട് ഈസാ നബി ആകുന്ന റഹ്മത്തിൽ സന്തോഷിച്ചുകൊണ്ട് ഒരാൾ ക്രിസ്മസ് ആഘോഷിക്കുന്നു. ഈസാ നബി ദൈവപുത്രനെ വിശ്വസിക്കുന്നില്ല, ദൈവമാണെന്ന് വിശ്വസിക്കുന്നില്ല, റഹ്മത്താണെന്ന് വിശ്വസിച്ചു, അതിൽ സന്തോഷിച്ചു, അങ്ങനെ കണ്ണീര് പൊഴിച്ചു. എങ്കിൽ ആ ക്രിസ്മസ് ആഘോഷിച്ചാൽ എന്താണ് അതിന്റെ വിധി? ആഘോഷിക്കൽ സുന്നത്തോ അതോ ബിദ്അത്തോ അതോ ഹറാമോ വാജിബോ ശിർക്കോ തൗഹീദോ? ഇസ്ലാമിൽ നിലപാട് എന്താണ് പറയേണ്ടതുണ്ട്. ഇപ്പോൾ ചില ആള് ഇതര മതസ്ഥരായ ക്രിസ്ത്യാനികളെ പിന്തുടർന്നുകൊണ്ട് അവനവന്റെ ജന്മദിനം കൊണ്ടാടുന്നവരുണ്ട്. ഒരു വലിയ കേക്ക് കൊണ്ടുവന്ന് വെച്ച് മുറിക്കല് വലിയ ഇബാദത്താണെന്ന് ധരിക്കുന്നവരുണ്ട്. അത് മറ്റേതെല്ലാമോ മതക്കാരിൽ നിന്ന് പകർത്തിയെടുത്തതല്ലാതെ നമ്മുടെ നാട്ടിൽ കഴിഞ്ഞുപോയ മുൻഗാമികളായ ആലിമീങ്ങൾ ആരും അങ്ങനെ ചെയ്തതായി എന്റെ ഓർമ്മയിൽ ഇല്ല. ജന്മദിന ആഘോഷം നടത്തുക എന്നത് മുസ്ലിമിന്റെ സ്വഭാവവും സംസ്കാരവും അല്ല. അള്ളാഹുവിന്റെ റസൂലിന്റെ ജനനം എന്തായിരുന്നാലും അനുഗ്രഹമാണ്. റഹ്മത്തലിൽ. പക്ഷെ എന്ന് കരുതിയിട്ട് നമ്മൾ ആ അനുഗ്രഹത്തെ എങ്ങനെയാണ് സ്വീകരിക്കേണ്ടത്, അതിനോട് നമ്മൾ കാണിക്കേണ്ട പെരുമാറ്റ രീതികൾ എന്താന്നുള്ളത് നമ്മളെ ബുദ്ധി കൊണ്ടല്ല ആലോചിച്ചുണ്ടാക്കേണ്ടത്. അത് അള്ളാഹു പഠിപ്പിക്കണം, അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിക്കണം. അങ്ങനെ പഠിപ്പിച്ചിട്ടുള്ളതിലൊന്നും തന്നെ ജന്മദിന ആഘോഷമില്ല. നിങ്ങളിപ്പോ ഈ പറയുന്ന മൗലീദ് എന്ന പരിപാടി ഇല്ല. ഈ ബർത്ത്ഡേ ആഘോഷം അനിസ്ലാമികാണെന്ന് പറയുമ്പോൾ എല്ലാ ബർത്ത്ഡേയും പെട്ടു. അള്ളാഹുവിന്റെ റസൂലിന്റെ പെട്ടു, ഈസാ നബി അലൈഹി സ്വലാമിന്റെ പെട്ടു, ആദം നബിയുടെ പെട്ടു, എല്ലാം പെട്ടു. നിങ്ങളത് ചെയ്യും. മൻ തശബ്ബഹ ബിഖൗമിൻ ഫഹുവ മിൻഹും. ഏതെങ്കിലും ഒരു സമൂഹത്തിന്റെ ആചാരം നിങ്ങൾ ഏറ്റെടുത്താൽ നിങ്ങൾ അവരിൽപ്പെട്ടവരാണ്, മുസ്ലിമല്ല. ഏതെങ്കിലും ഒരു സമൂഹത്തിന്റെ ആചാരം നിങ്ങൾ ഏറ്റെടുത്താൽ നിങ്ങൾ അവരിൽപ്പെട്ടവരാണ്, മുസ്ലിമല്ല.